അതിനിടയിൽ തിരുവനന്തപുരത്തെ പോലീസ് റാണിക്ക് വേണ്ടി വനിതാ ലീഗും ഇടപെട്ടു. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, തിരുവനന്തപുരത്ത് സ്ത്രീ പീഡകരെ പിടിച്ചു കെട്ടാൻ ശ്രമിച്ചപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഒരു IPS ഓഫീസറെ പോലും സ്ഥലം മാറ്റുകയും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്ത സംവിധാനം കേരളത്തിൽ പോലും ഉണ്ടെന്നുള്ളതാണ്. കണ്ടോ, വനിതാ ലീഗ് വരെ ഇടപെട്ടു. സർക്കാർ വെട്ടിലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്ത് സർക്കാർ വീട്ടില് എന്ത് സർക്കാർ വീട്ടിൽ ചുമ്മാ നിങ്ങൾ വിവരക്കേട് പറയാതെ നിങ്ങൾ ചുമ്മാ വിവരക്കേട് പറയാതെ എന്ത് വീട്ടില് ഈ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറഞ്ഞാൽ കുന്തം പോലെയാണോ നിൽക്കുന്നത്? അല്ലല്ലോ. പ്രായോഗിക ബുദ്ധി കാണിക്കണം ഉദ്യോഗസ്ഥന്മാർ. അതിൻ്റെ മാർഗവും ചെയ്യണം, നിയമപരമായി ചെയ്യണം, ചെയ്യുന്ന കാര്യം കൃത്യതയോടുകൂടി ചെയ്യണം. മനസ്സിലായി? ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് എന്നാ ഉണ്ടാക്കി എന്നിട്ട് കയറിയിട്ട് അവിടുന്ന് എന്ത് കിട്ടി? അപ്പോൾ അവർക്ക് കിട്ടി ഇൻഫർമേഷൻ കോൺഗ്രസ്സുകാർ പറഞ്ഞു, RSകാരോ പറഞ്ഞു ഇൻഫർമേഷൻ കൊടുത്തു കാണും. അവരത് വിഴുങ്ങിക്കൊണ്ട് കയറി കാണും. പോലീസ് എന്നാ പോലീസ് ചുമ്മാ ഇരിക്കുന്നേ. നിങ്ങൾ പറയുന്നില്ലേ പോലീസ് ഉണ്ടോന്ന്? അല്ല ആശാനെ, പോലീസ് സ്റ്റേഷന് നേരെ എറിഞ്ഞ പ്രതികൾ ഒരിടത്ത് ഇരിപ്പുണ്ട് എന്നറിഞ്ഞാൽ പോലീസ് ഒന്ന് കയറി നോക്കില്ലേ? അത് പക്ഷെ അതല്ലെന്ന ഇല്ലല്ലോ, അവിടെ പ്രതി ഇല്ലായിരുന്നല്ലോ. മുതുപാതിരായിക്കാണോ റെയ്ഡ്? വാറണ്ടില്ലാതെ. വാറണ്ടൊക്കെ മേടിച്ച് ചെയ്യാമല്ലോ. തന്നെയല്ല, കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. DCC ഓഫീസിലാണ്, അല്ല KPCC ഓഫീസിൽ കയറിയാൽ ഉമ്മൻചാണ്ടിയും ഒക്കെ ഇങ്ങനെ പറയുമോ? അവർ പറയുമോ? അവർ ഭരിക്കുമ്പം അങ്ങനെ കയറിയ അവർ പറയുമോ? ഇല്ല. അപ്പോൾ ഞങ്ങൾ ഭരിക്കുന്നൊന്നും നോക്കണ്ട. ഞങ്ങൾ ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. ഒന്ന്, സാമാന്യ ബുദ്ധിയും കോമൺ സെൻസും ഉള്ളവർക്കറിയാൻ മേലെ പാർട്ടിയുടെ ഓഫീസിൽ ക്രിമിനൽ കേസിലെ പ്രതിയെ ഇരുത്തുമോ? അത്ര ബുദ്ധിശൂന്യരാണോ മാർക്സിസ്റ്റുകാർ? എനിക്കറിയത്തില്ല. അതാണ് പൊളിമിക്സിനും അറിയാത്തത്. അങ്ങനെ അവിടെ ഇരുത്തുമോ എന്ന്. ഇരുത്തരുതാത്തതാണ്. ഇനിയിപ്പോൾ ഭരണമൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇരുത്തിപ്പോയതാവുമോ? ഞങ്ങളങ്ങനെ ചെയ്യാറില്ല, ഒരിക്കലും ചെയ്യല്ല. തെറ്റാണ്. കാരണം അങ്ങനെ ഇരുത്തുന്നത് രാഷ്ട്രീയമായി തൊന്നും അബദ്ധമായി വരുമോ? അങ്ങനെ ആരെങ്കിലും ഒരു കേസ് വന്നാൽ അതൊക്കെ വേറെ നോക്കിക്കോണം. കേസുണ്ടാക്കിയൊരു ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വന്ന് കയറില്ല. അവിടെ AK സെൻറ്ററിലേക്ക് വന്ന് ക്രിമിനൽ കേസിലെ ആളുകളെ കൊണ്ട് ഇരുത്തലോ അവിടെ? അതൊന്നും ഞങ്ങളുടെ പണിയല്ല, ഞങ്ങളങ്ങനെ ചെയ്യാറില്ല. ഇവിടെ പോലും ചെയ്യല്ല. ഞങ്ങളുടെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ പോലും ഇരുത്തുകയില്ല. അങ്ങനെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് വരെ മാത്രമേ ആ ഏർപ്പാടുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഞങ്ങൾ ഈ അയ്യോഭാവങ്ങളായതുകൊണ്ട് മാർക്സിസ്റ്റുകാരാണല്ലോ, വരുന്നവന് മുഴുവൻ ഞങ്ങളെ കൊട്ടാവല്ലോ. അതൊന്നും ഞങ്ങളുടെ അടുത്ത് നടക്കുകയില്ല. തന്നെയല്ലെന്നേ, സാമാന്യ ബുദ്ധിക്കൊന്ന് ആലോചിച്ച് പാർട്ടി ഓഫീസിൽ ക്രിമിനൽ കേസിൽപ്പെട്ട ആളുകളെ കൊണ്ട് ഇരുത്തുമോ? അവരതേപ്പറ്റി ഒന്ന് ബോധപൂർവം ചിന്തിക്കണം. എന്നാലും അവരൊരു ഉശിരുള്ള IPSകാരിയല്ലേ, അത് സംബന്ധിച്ചു കൊടുക്കണ്ടേ? വീരശൂര പരാക്രമിയാണെന്നും പറഞ്ഞാണല്ലോ നിങ്ങളിപ്പോൾ കൊണ്ടു നടന്നു. ഒടുവിൽ കൊട്ടയിലും കൊള്ളുകയല്ല, എങ്ങും കൊള്ളുകാത്ത പരുവത്തിലെത്തിക്കൊള്ളു. ആവില്ല, മണിയാശനോട് തർക്കിക്കാനാവില്ല. നിർത്തുന്നതാണ് നല്ലത്. നന്ദി, നമസ്കാരം.